വിശ്വഗുരു ശ്രീ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമിയുടെ 101ാമത് മഹാസമാധി വാർഷികം വിപുലമായ ചടങ്ങുകളോടെ 22 മുതൽ 29 വരെ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. വിശ്വഗുരുവായ ശ്രീ വിദ്യാധിരാജ ചട്ടമ്പിസ്വാമികളുടെ 101ാമത് മഹാസമാധി വാർഷികം വിപുലമായ പരിപാടികളോടെ ഏപ്രിൽ 22 മുതൽ 29 വരെ നടത്തപ്പെടുന്നു. 22 ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്നം ബേസ് ചെയ്ത് തുടക്കം കുറിച്ച ഒരു ഇന്റർനാഷണൽ സംഘടനയാണ്. ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ, ജീവകാരുണ്യ ദേവനായ ചട്ടമ്പിസ്വാമി തിരുവടികളുടെ പാത പിന്തുടർന്നുകൊണ്ട് ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഇതിനോടകം തന്നെ ഈ 3 വർഷത്തിനകം തന്നെ ഞങ്ങൾ ചെയ്തു കഴിഞ്ഞു. അപ്പോൾ കഴിഞ്ഞ വർഷം ചട്ടമ്പിസ്വാമി തിരുവടികളുടെ ഒരു വലിയ 40 അടി ഉയരമുള്ള ഒരു പ്രതിമ സ്ഥാപിക്കുകയും അതിനോടനുബന്ധിച്ച് ഞങ്ങൾ 2024 അദ്ദേഹത്തിൻ്റെ 100 വർഷം തികയുന്ന ശതാബ്ദി ആഘോഷം വളരെ വിപുലമായ രീതിയിൽ ആഘോഷിക്കുകയും ശതകോടി അർച്ചന നടത്തുകയും ചെയ്തിരുന്നു. അപ്പോൾ ഈ വർഷം അതേപോലെ തന്നെ 101ാമത്തെ ചട്ടമ്പിസ്വാമിയുടെ സമാധിയോടനുബന്ധിച്ച് അവിടം ഒരു വള്ളികുന്നം വിദ്യാധിരാജപുരം എന്നാണ് ഇപ്പോൾ അറിയപ്പെടുന്നത്. അവിടെ ഒരു മഹാതീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ട് ഒരു രഥയാത്ര, അതായത് വിദ്യാധിരാജ ഇൻ്റർനാഷണലിൻ്റെ കൊടിയും വഹിച്ചുകൊണ്ടുള്ള രഥയാത്ര ഇന്ന് രാവിലെ 9 മണിക്ക് തിരുവനന്തപുരം ജില്ലയിലെ ചട്ടമ്പിസ്വാമി ജനിച്ച കണ്ണമൂല എന്ന സ്ഥലത്ത് നിന്ന് തുടക്കം കുറിച്ചു കഴിഞ്ഞു. അതിന് ഉദ്ഘാടനം നിർവഹിച്ചത് NSSൻ്റെ ഡയറക്ടർ ബോർഡ് അംഗവും അതിൻ്റെ തിരുവനന്തപുരം ജില്ലയിലെ വൈസ് പ്രസിഡൻറ്റുമായ സംഗീത് കുമാർ ആണ്. നാളെ 23-ാം തീയതി ഈ രഥഘോഷയാത്ര വള്ളികുന്നത്ത് എത്തിച്ചേരുകയും അവിടെ ഞങ്ങൾ കൊടിയേറിക്കൊണ്ട് നാളെ മുതൽ ഉത്സവ രീതിയിലാണ് ഈ 7 ദിവസവും കൊണ്ടാടുന്നത്. അതിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ചട്ടമ്പിസ്വാമിയുടെ ഒരു വലിയ പ്രതിമ അവിടെ സ്ഥാപിച്ചിരിക്കുന്നിടത്ത് ഒരു വിശ്വതീർത്ഥാടന കേന്ദ്രമാക്കി മാറ്റുന്നതിൻ്റെ ഭാഗമായി അതിൻ്റെ ഒരു പ്രാർത്ഥനാ മണ്ഡപം പണിഞ്ഞിട്ടുണ്ട്. ആ പ്രാർത്ഥനാ മണ്ഡപത്തിൻ്റെ ഉദ്ഘാടനം സ്വാമി ചിദാനന്ദപുരിയാണ് നിർവഹിക്കുന്നത്. അതുകൂടാതെ 27-ാം തീയതി ഡോക്ടർ എന്നറിയപ്പെടുന്ന അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിൻ്റെ ചാർട്ടർ പ്രിൻസിപ്പളായിരുന്ന ഡോക്ടർ DM വാസുദേവൻ സാറിൻ്റെ പിറന്നാൾ ആഘോഷം അദ്ദേഹത്തിനെ ആദരിക്കുന്ന ദിവസമാണ് 27-ാം തീയതി. അതുകൂടാതെ വളരെ വിപുലമായി ഒരുപാട് പരിപാടികൾ ഞങ്ങൾ ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ചട്ടമ്പിസ്വാമികളുടെ ഏറ്റവും വലിയ പ്രതിമയും അത്യാകർഷകമായ ധ്യാന മണ്ഡപവും സ്ഥിതി ചെയ്യുന്ന വിദ്യാധിരാജപുരം കേരളത്തിലെ ശ്രദ്ധേയമായ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ ഒന്നാകണമെന്ന ലക്ഷ്യത്തിൽ ഈ സമാധി വാർഷികത്തോടനുബന്ധിച്ച് വിദ്യാധിരാജപുരം തീർത്ഥാടന മഹാമഹത്തിന് തുടക്കം കുറിക്കുകയാണ്. സ്വാമികളുടെ വിഗ്രഹവും വഹിച്ചുകൊണ്ടുള്ള വിദ്യാധിരാജ രഥയാത്ര, സ്വാമിയുടെ നാമത്തിലുള്ള സർവസിദ്ധി അർച്ചന, ആത്മീയ പ്രഭാഷണങ്ങൾ, സംവാദങ്ങൾ, കലാപ്രകടനങ്ങൾ, മഹാസമാധി പൂജ തുടങ്ങിയവ ഈ ദിവസങ്ങളിൽ വിദ്യാധിരാജപുരത്തെ ആത്മീയ സാന്ദ്രമാക്കി മാറ്റും. ഏപ്രിൽ 27-ന് ലോക പ്രശസ്ത ക്യാൻസർ ഗവേഷകനും കേരളത്തിലെ പ്രധാന ക്യാൻസർ റിസർച്ച് സെന്ററുകളുടെ സ്ഥാപകനും തൃശൂർ മെഡിക്കൽ കോളേജിന്റെ പ്രിൻസിപ്പലും കൊച്ചിയിലെ അമൃത മെഡിക്കൽ കോളേജിന്റെ സ്ഥാപക പ്രിൻസിപ്പലും വിദ്യാധിരാജ ഇന്റർനാഷണലിന്റെ പ്രസിഡന്റുമായ ഡോക്ടർ DM വാസുദേവൻ ശതാബ്ദിക്ഷേകവും വിദ്യാധിരാജപുരത്ത് നടത്തപ്പെടുന്നു. ഡോക്ടർ ജസ്റ്റിസ് നാരായണക്കുറുപ്പ്, ഡോക്ടർ K ജയകുമാർ IAS, K രാമൻപിള്ള എന്നിവരും ദേശത്തും വിദേശത്തും നിന്നുള്ള ശാസ്ത്രജ്ഞരും ഡോക്ടർമാരും ഓൺലൈനായും ഓഫ്ലൈനായും ചടങ്ങിൽ പങ്കെടുക്കും. കുമാരി ആശ സുരേഷിന്റെ സോപാന സംഗീതവും കലാമണ്ഡലം അനന്തകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള കഥകളിയും ഈ ദിനത്തെ സമ്പന്നമാക്കി മാറ്റും. ഏപ്രിൽ 29 സമാധി വാർഷിക ദിനത്തിൽ ധ്യാന മണ്ഡപ സമർപ്പണം ശ്രീമദ് ചിദാനന്ദപുരി മഹാരാജ് നിർവഹിക്കും. ശ്രീമദ് വിവിക്താനന്ദ സരസ്വതി സ്വാമികളടക്കമുള്ള ആത്മീയ ആചാര്യന്മാരും ഡോക്ടർ AM ഉണ്ണികൃഷ്ണൻ അടക്കമുള്ള പ്രഭാഷകരും സമാധി സമ്മേളനത്തിൽ പങ്കെടുക്കും. ഉച്ചകഴിഞ്ഞ് 3 മുതൽ 4 വരെ നടക്കുന്ന മഹാസമാധി പൂജയോടെ സ്വാമികളുടെ 101ാമത് മഹാസമാധി വാർഷികാഘോഷത്തിന് സമാപനമാകുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സ്വാഗത സംഘം കൺവീനർ മീന മുരളി, സ്വാഗത സംഘം കമ്മിറ്റി അംഗ അനന്തൻ ആർപിള്ള, കമ്മിറ്റി അംഗമായ പ്രഭാകരൻ പിള്ള എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CDNet ന്യൂസ്, മാവേലിക്കര.